വ്യത്യാസമായി നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ അവന്റെ ഈ ആവശ്യം ന്യായവും യുക്തവുമാണെന്ന് വ്യക്തവും സ്പഷ്ടവുമാണ്. പട്ടിണിയുടെ ചായം തേച്ച ഈ ചെറുപ്പക്കാരൻ സ്വാഭാവികമായും ദാരിദ്ര്യത്തിന്റെ കരാളകസ്ഥങ്ങളിൽ പെട്ടുഴലുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളവകളിൽ നിന്ന് അനർഗളമായി നിർഗമിക്കുന്ന അഥവാ നിർഗളമായി അനർഗമിക്കുന്ന ആത്മാവിഷ്കാരത്തിന്റെ ബഹിഷ്കരണമായിട്ട് മാത്രമേ നമുക്കിതിനെ ചിത്രീകരിക്കാനാവൂ, ദൃശ്യവൽക്കരിക്കാനാവൂ. എനിക്കൊരു അഭിപ്രായം പറയാം. നമ്മുടെ പൂർവികരാണല്ലോ മൃഗങ്ങൾ. അവയുടെ വംശ പാരമ്പര്യത്തിലേക്ക് മൂളിയിട്ട് പരിശോധിച്ചാൽ പോലും ഇങ്ങനൊരു ജന്തുവിനെ കണ്ടെത്താനാവില്ല. അതിനേത് മാർക്കറ്റിൽപ്പെട്ടതാണ്. അതെ, അവന്റെ ശാരീരികാവസ്ഥ എന്നെ പോലെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും മൂലം ആഴങ്ങളിലേക്ക് കുഴിഞ്ഞിറങ്ങി കണ്ണു അല്പം ഒന്ന് വളഞ്ഞ ശരീരപ്രതി അതാണ് അപ്പോൾ അവന് അവനിപ്പോൾ എവിടെയുണ്ട്? മാഷവന്റെ കത്തിനും അവനിവിടെ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനായി അവൻ ഒരു പുനഃപരീക്ഷ നടത്തണമെന്ന് അവൻ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അവനൊരു ജീനിയസ് ആണെന്ന് കണ്ടാണ് നാം അവന് ബിരുദം നൽകുന്നത്. പക്ഷെ അവന് മനസ്സിലാകുന്നില്ല അവനൊരു മണ്ടനാണെന്ന് തന്നെയാണ് അവന്റെ ഉറച്ച വിഷയം. ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് ഒരു പരീക്ഷ അങ്ങിട്ടാൽ അവൻ തോറ്റ് തൊപ്പിടുമെന്നാണ് കാര്യം. ഒരു തർക്കവും വേണ്ട. ഒന്ന് പതുക്കെ പറയും. അവൻ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ വെളിവില്ലാത്തത് പിന്നെ എന്താണ് ഇതിനൊരു പോംവഴി? നമ്മളൊരു പുനഃപരീക്ഷ നടത്തണം. പുനഃപരീക്ഷ പുനഃപരീക്ഷ തന്നെ. പക്ഷേ പുനഃപരീക്ഷയിൽ അവൻ പരാജയപ്പെടരുത്. പുനഃപരീക്ഷയിൽ അവൻ പരാജയപ്പെടരുത്. പുനഃപരീക്ഷയിൽ ഹലോ, അതെ ഭ്രാന്താശുപത്രി തന്നെ. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഭ്രാന്ത്. പുനഃപരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടാൽ അവൻ ചോദിക്കുന്ന സംഖ്യ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പുനഃപരീക്ഷയിൽ അവൻ വിജയിച്ചേ മതിയാകും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നിസ്സാരമായ ചോദ്യങ്ങൾ ചോദിച്ചു അവന് 100 മാർക്ക് കൊടുത്തു നമുക്ക് അവനെ അങ്ങ് വിജയിപ്പിക്കാം. ഇത്തരത്തിലുള്ള തീരുമാനം അധ്യാപകരായ നമ്മുടെയൊക്കെ സദാചാരത്തിന് നിരക്കുന്നതാണോ? സദാചാരം കുറിച്ചൊക്കെ അല്ലേ പ്രശ്നം. പുനഃപരീക്ഷയിൽ അവൻ വിജയിക്കുക എന്നതാണ്. ഇതിനോ എന്തൊരു വിവരബോധമാണ് നമുക്ക് പരിശോധന ആരംഭിക്കാം. ആ മൃഗത്തെ കെട്ടിവച്ചോടിക്ക് വരൂ. അപ്പോൾ നമുക്ക് പരീക്ഷ ആരംഭിക്കാം. അതിനു മുൻപായി സത്യപ്രതിജ്ഞക്ക് തയ്യാറെടുക്കാം. ഓക്കെ?
ചെയ്യാം. പുനഃപരീക്ഷയിൽ അവൻ പരാജയപ്പെടുകയില്ല. പുനഃപരീക്ഷയിൽ നമ്മൾ അവനെ പരാജയപ്പെടുത്തുകയില്ല. എന്റെ ദൈവം ശരിക്കും അടിച്ചു പോയല്ലോ. വിളിക്കണോ? മിസ്റ്റർ വിദ്യാധരൻ, വിദ്യാധരന്റെ പേരെന്താണ്? വിദ്യാധരൻ. മഹനീയമായ സേവനം കൊണ്ട് ഈ പാവപ്പെട്ട ഞാൻ വഴിയാതരമായി സാഹിത്യം വല്ലഭൻ വിദ്യാധരൻ. നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ? എന്റെ പണം തിരിച്ചെടുത്തുണ്ടോ? നിങ്ങളുടെ കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ അഭിമാന സ്തംഭമാണ് വിദ്യാധരൻ. എത്തുന്നുണ്ടോ? ഹായ് ഹായ്, എത്ര കല്യാണമായി ശ്യാമളപ്പറ്റി ഹനുമാനെ പോലെയല്ലേ പെരുമാറുന്നത്? ഏതായാലും ഈ സ്ഥാപനത്തിന് ഒരു ശിക്ഷ ബന്ധത്തിന് ഇന്ത്യയുടെ അസിസ്റ്റന്റ്. അതായത് this character conduct is very good. നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ? നിങ്ങൾ എന്താ വിട്ടികളെ പോലെ പെരുമാറുന്നത്? നിങ്ങൾക്ക് നല്ലൊരു ചോദ്യം പോലും ചോദിക്കാം. വയ്യേ തകിടാ തികിടാ തകിടാ തികിടാ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്ത് ചിട്ടപ്പെടുത്തിയ ചലനങ്ങളാണ് വിദ്യാധരൻ ഇവിടെ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് നടത്തുന്നുണ്ടോ പരീക്ഷ? എന്തൊരു നിങ്ങൾ എന്താ വിട്ടികളെ പോലെ പെരുമാറുന്നത്? നിങ്ങൾ ഇനി നല്ലൊരു ചോദ്യം ചോദിക്കും. ശരി 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 ശരി, ചോദ്യങ്ങൾ ആരംഭിക്കാമോ? ഉത്തരം പറയാൻ തയ്യാറായി. ആദ്യ ചോദ്യം, ജീവശാസ്ത്രം അധ്യാപകൻ ചോദിക്കാല്ലേ? എന്തായാലും ചോദ്യം മിസ്റ്റർ പ്രഭാകരൻ. വിദ്യാധരൻ. മിസ്റ്റർ വിദ്യാധരൻ, സോണി ഈ ഉണക്ക തന്നെ നോക്കി രാവിലെ മുതൽ ഇങ്ങനെ ആടി നടക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച് ചെയ്തോ? അല്ലാതെ ഞാനല്ല, അതല്ല ചെയ്തോ വികാരം. അതെന്താ നിങ്ങൾ തന്ന സാക്ഷിപത്രം സൂക്ഷിക്കുവാനുള്ള സഞ്ചിയാണ്. ഉൾപ്രേക്ഷ അലങ്കാരം രൂപകമന്യാസം അപ്പോൾ ലിറ്ററേച്ചറിനും വിദ്യാധരന് ഒന്നാം റാങ്ക്. ഇരിക്കൂ വിദ്യാധരൻ. നിങ്ങൾ അങ്ങനെ ഇരുത്തണ്ട, ഞാൻ നോക്കോളാം. വിദ്യാധരൻ ഭാര്യയിൽ നിന്നേ സംസാരിക്കും. ധനാധരിത്രി ചോടി എന്നാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാധരന്റെ നല്ല ശാരീരിക. അതുകൊണ്ട് ഫിസിക്കൽ കൾച്ചറിന് വിദ്യാധരന് 100 മാർക്കും കൊടുക്കണം. അടുത്ത ചോദ്യം, ചരിത്രം അധ്യാപകൻ ചോദിക്കോ. മിസ്റ്റർ വിദ്യാധരൻ, മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ചോദ്യം അതല്ല.
ചോദ്യം ഇതാ വന്നു. ഗുരുജി, ഈ മഹാനൊരു ചെറിയ ചോദ്യം കൊടുത്ത് നല്ല മാർക്ക് കിട്ടിക്കണേ. മൈക്കൽ ആഞ്ചലോയുടെ എത്രാമത്തെ മകളാണ് മൊണാലിസ? രണ്ടാമത്തെ. ചരിത്രത്തിനും വിദ്യാധരനും 100 അടുത്ത ചോദ്യം സംഗീതം. ഊന്ന് നിർത്തോണം. എന്നെ പിടിച്ചോണ്ട് നിർത്തി. എനിക്ക് പോയിട്ടേ പശുവിന്റെ ഒക്കെ പണിയുള്ളതാണ്. അതെന്താ കൈക്ക് സോപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ്. കയ്യിലുണ്ടല്ലേ ആട്ടെ വിദ്യാധരൻ, ഈ സപ്തസ്വരങ്ങൾ മൊത്തം എത്ര? 12. 12 ഉള്ളു. സംഗീതത്തിനും വിദ്യാധരന് 1ാം റാങ്ക്. സംഗീതത്തിനും വിദ്യാധരന് 1ാം റാങ്ക്. മിസ്റ്റർ വിദ്യാധരൻ, അവസാനമായി സാഹിത്യം ഭാഷ 2 ചോദ്യങ്ങൾ ചോദിച്ചോളൂ. മിസ്റ്റർ വിദ്യാധരൻ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. സ്വന്തം ചോദ്യങ്ങൾ. 1. താരതമ്യേന കാഠിന്യതരമേറി അവരം ലളിതം. ലാളിത്യതരമേറി. എന്റെ ആദ്യ ചോദ്യം വളരെ ലാളിത്യതരമേറി. വിദ്യാധരൻ, ഈ കുഞ്ഞൻ നമ്പ്യാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ കുഞ്ഞൻ നമ്പ്യാരുടെ ജാതി ഏതാണ്? നമ്പ്യാരുടെ ജാതി ഏതാണ്? നമ്മുടെ നമ്പ്യാരാണ്. എന്റെ മാറ്റി അത് അയാളുടെ കാര്യം. എന്റെ സബ്ജക്റ്റിൽ വിദ്യാധരന്റെ പാണ്ഡിത്യം ദൃശ്യമല്ല. അതുകൊണ്ട് വിദ്യാധരനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. അയാളുടെ ആവശ്യം ന്യായമാണ്. അയാൾ ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ ഇവിടെ പഠിക്കാൻ ചെലവായ തുക മുഴുവൻ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതെ വിദ്യാധരൻ, നിങ്ങൾക്കിവിടെ പഠിക്കാനായ ആകെ ചിലവായ തുക എത്രയാണ്? ഞാൻ പറയാം സാർ. പറഞ്ഞോളൂ. കണക്ക് ഒന്ന് വായിച്ചോളൂ വിദ്യാധരൻ. കൃത്യമായിട്ട് വായിച്ചോളൂ. 1993 ജൂൺ മാസം ഞാനിവിടെ ജോയിൻ ചെയ്തു. ആയിക്കോട്ടെ. അഡ്മിഷൻ ഫീസ് 10,500 രൂപ. ഹോസ്റ്റൽ ഫീസ് 12,000 രൂപ. ട്യൂഷൻ ഫീസ് 3,500 രൂപ. ലൈബ്രറി ഫീസ് 1,600 രൂപ. പുസ്തകങ്ങളും മറ്റു സാധനങ്ങൾക്ക് 14,268 രൂപ. 4,628 രൂപ. ബസ് ഫീസ് 12,832 രൂപ. 12,832 ബസ് ഫീസ്. വായിച്ചോളൂ. 3 വർഷവും കൂടി ആകെ എത്രയെന്ന് പറഞ്ഞാൽ മതി. 3 വർഷം കൂടി 1,71,972 രൂപ. 5-3-8 സിസ്റ്റം 1, 5-3-8 സിസ്റ്റം 1. രണ്ടാമോ? എന്റെ കാഠിന്യതരമേറിയ ചോദ്യം ഇതായിരുന്നു. അതിനും വിദ്യാധരൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാധരന് നമ്മൾ പണം തിരികെ കൊടുക്കേണ്ടതില്ല. നിങ്ങളെന്നെ കവളിപ്പിച്ചിരിക്കുന്നു. പണ്ഡിത ശിരോമണി വിദ്യാധരൻ
ശിരോമണി വിദ്യാധരൻ പണ്ഡിത 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 ശിരോമണി വിദ്യാധരൻ പത്രം മാതൃകാ വിദ്യാലയം മാതൃകാ അധ്യാപകർ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനം സന്തുഷ്ടരായ വിദ്യാർത്ഥികൾ